ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഈ ചൂരൽമലയിലെ വില്ലേജ് ഓഫീസിൻ്റെ മുന്നിൽ നിന്നും 2 മൃതദേഹങ്ങൾ കൂടി എത്തിയിട്ടുണ്ട്. 23 മൃതദേഹങ്ങൾ മെനഞ്ഞാന്ന് തന്നെ അവിടെ നിന്ന് കണ്ടെത്തി. ഇന്നലെ 9 മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയ ചൂരൽമല വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ ഡിയാഗോ, ഇപ്പോൾ ആ മൃതദേഹങ്ങൾ ഈ മരക്കൂമ്പാരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരിച്ചറിയാൻ കഴിയില്ല. ഇനി അല്പസമയത്തിനുള്ളിൽ തിരിച്ചറിയാൻ വേണ്ടി മേപ്പാടിയിൽ ബന്ധുക്കൾ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ബോഡികളാണോ ഇതുവരെയും ആ ഭാഗത്ത് നിന്ന് വീണ്ടെടുക്കാനായത്? അരുൺ, ഇന്ന് രാവിലെയോടുകൂടി നടത്തിയ പരിശോധന, അതിനൊടുവിൽ ഇപ്പോൾ എൻ്റെ ഇടതും വലതുമായി 2 മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഹിറ്റാച്ചി അടക്കമുള്ളവ ഇവിടെ എത്തിച്ചതിന് ശേഷം നടത്തിയ പരിശോധനയിലാണ് 2 മൃതദേഹങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് മൃതദേഹങ്ങൾ മാറിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഒരു മൃതദേഹം പുറത്തെടുക്കുന്നു. മറ്റത് നേരത്തെ കണ്ടത് ആ ഹിറ്റാച്ചി ഉപയോഗിച്ച് കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തു നിന്നും ഒരു മൃതദേഹം ഇതിനോടകം തന്നെ പുറത്തെടുത്തു. ഒരേ സമയം 2 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ദിവസം 23 മൃതദേഹങ്ങൾ, ഇന്നലെ 9 മൃതദേഹങ്ങൾ, ഇന്ന് 2 മൃതദേഹങ്ങൾ. ചുരുക്കത്തിൽ ഈ ഒരു പ്രദേശത്ത് നിന്ന് മാത്രം 34 മൃതദേഹങ്ങളാണ് ഇതുവരെ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഇന്നലെ വരെ ഇവിടെ NDRF അല്ലെങ്കിൽ സൈന്യമോ ഉണ്ടായിരുന്നില്ല പരിശോധന നടത്താൻ. മറ്റ് സന്നദ്ധ സംഘടനകളായിരുന്നു ഒരു തിരച്ചിൽ നടത്തിയിരുന്നത്. അവരുടെ തിരച്ചിൽ നിന്ന് മാത്രമാണ് ഇത്രയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്നാണ് രാവിലെയോടുകൂടിയാണ് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ NDRFിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. ഈ തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് 2 മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഈ ഹിറ്റാച്ചി അടക്കമുള്ളവ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചത്. കാരണം വലിയ രീതിയിൽ ഒരു മരം മാത്രമല്ല, ഇവിടെ വലിയ രീതിയിൽ പാറയുണ്ട്, ചെളി അടിഞ്ഞ് കിടപ്പുണ്ട്. ഇതിനടിയിൽ അടിവശത്തേക്ക് വീടുകളുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ ഇവിടെ മനുഷ്യന് ഇത് മാറ്റി തിരച്ചിൽ നടത്തുന്നതിന് അസാധ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഹിറ്റാച്ചികൾ ഇവിടെ എത്തി ഈ വലിയ മരങ്ങൾ മാറ്റിയാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു മൃതശരീരം കണ്ടെത്താൻ ആകൂ എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഹിറ്റാച്ചിയോ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അവിടെ എത്തുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? കൂടുതൽ മൃതദേഹങ്ങൾ ഈ മരക്കൂമ്പാരത്തിനുള്ളിൽ ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അരുൺ, അതായത് ഹിറ്റാച്ചി അടക്കമുള്ളവ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 45 മിനിറ്റ് മുൻപാണ് ഈ ഹിറ്റാച്ചി അടക്കമുള്ളവ ഇവിടെ എത്തിയത്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, ഇത് ഈ വില്ലേജ് ഓഫീസിൻ്റെ മുൻവശത്ത് കൂടി ഒരു ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ടായിരുന്നു. അതിലൊരു പാലവുമുണ്ട്. പക്ഷേ ഈ ഉരുൾപൊട്ടലിന് ശേഷം വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് ആ ഭാഗത്തുള്ളത്. അവിടെ നിന്ന് തന്നെ വണ്ടികൾക്ക് ഇപ്പുറം ഈ വശത്തേക്ക് വരാൻ കഴിയില്ല. മാത്രമല്ല, ഇവിടെ നിന്ന് എടുക്കുന്ന മൃതദേഹങ്ങൾക്ക് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാനുള്ള സൗകര്യവും ഇവിടെ നിലവിലില്ല. പകരം ഈ വയനാട് തന്നെയുള്ള ഓഫ് റോഡിംഗ് ടീമുകളാണ് ഇപ്പോൾ സഹായിക്കുന്നത്. അല്ലാതെ മറ്റു മാർഗങ്ങളിലേക്ക്, മറ്റു വഴികളിലൂടെയൊന്നും തന്നെ ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ നിലവിൽ ആ കുത്തി ഒഴുകിക്കൊണ്ടിരുന്ന ആ ചെറിയ കൈത്തോടായിരുന്നത് ഇപ്പോൾ അത് വലിയ രീതിയിൽ ഒരു അടിയൊഴുക്കുള്ള ഒരു ഇതായി മാറിയിരിക്കുന്നു. അത് ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹിറ്റാച്ചി അടക്കമുള്ളവ ഇവിടെ എത്തിച്ചിരിക്കുന്നു. അങ്ങനെ നടത്തുന്ന പരിശോധനയിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. 3 ഹിറ്റാച്ചികളാണ് ഇപ്പോൾ, വലിയ ഹിറ്റാച്ചികളാണ് ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കൂമ്പാരമാണ്, ഒരു വലിയ മരത്തിൻ്റെ ഒരു മലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 40 വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ 40 വീടുകൾ നാമാവിശേഷമായിരിക്കുന്നു. ഇന്ന് ആ വീടുകളെയൊക്കെ തകർത്തുകൊണ്ട് ഈ ഉരുൾപൊട്ടൽ കടന്നുപോയ ഒരു പാതയാണ് ഇവിടെ. അവിടെ വില്ലേജ് ഓഫീസിൻ്റെ ഒരു ഭാഗം മുഴുവനായി തന്നെ പോയിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ, ഈ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളുകളെയൊക്കെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിയിരിക്കുന്നു. ഏതാനും വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ വലിയ രീതിയിലുള്ള പരിശോധനകൾക്കൊടുവിൽ ഇപ്പോൾ 2 മൃതദേഹങ്ങൾ പുറത്തെടുത്തിരിക്കുന്നു. ചൂരൽമലയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിൽ 2 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നു. വളരെ